guys, welcome back to the channel. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു ഗിംബിൾ വാങ്ങിക്കാൻ പോയതായിരുന്നു. എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെത് ഒരു അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ വീഡിയോസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച DJI OM4 ഗിംബിൾ. ഓക്കെ, ഇതാണ് ആ ഗിംബിൾ. ഓക്കെ, ഇതൊരു സ്മാർട്ട് ഫോൺ സ്റ്റെബിലൈസർ ആണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചൊരു അതിൻ്റെ ഫ്യൂ ഫോട്ടോസും ഫീച്ചേഴ്സൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, DJI Mimo ആപ്പ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത്. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ ആൻഡ് ആപ്പ് സ്റ്റോർ. ഓക്കെ, പിന്നെ സൈഡിൽ ഈ ബോക്സിനകത്തുള്ള എന്തൊക്കെയാ കണ്ടന്റ്സ് ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം ഫസ്റ്റ് തന്നെ ഇതിനകത്തുള്ള ആക്സസറീസിൻ്റെ ഒരു ബോക്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് ക്ലോസപ്പ് ഷോട്ട്സിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഇതാണ് ഇതിൻ്റെ ആക്സസറീസ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ട്രൈപോഡാണ്. ഓക്കെ, പിന്നെ ഒരു കേബിൾ ഉണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് മൗണ്ട്. ഓക്കെ, മൊബൈലിൽ വെക്കുന്നത്. ഇത് ഈ DJI OM4ൻ്റെ മെയിൻ ഫീച്ചറാണ്. ഓക്കെ, മാഗ്നറ്റിക് ആണ്. അപ്പം നെക്സ്റ്റ് ഗിംബിൾ. ഓക്കെ, ഇതാണ് ഗിംബിൾ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ക്ലോസപ്പ് ഷോട്ട്സിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും ക്ലോസപ്പ് ഷോട്ട്സിലേക്കും കടക്കാം. കൂടുതൽ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നമുക്കറിയാം. ഓക്കെ, സോ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മേൽവശത്തായിട്ട് ഈ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണുന്നത്. അതായത് ഫസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് മൗണ്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന്, സെക്കൻഡ് നമ്മളത് ഗിംബിളിലേക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്നും, മൂന്നാമതായിട്ട് ആ ഗിംബിൾ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന്, ഓപ്പൺ ചെയ്ത് ബാലൻസ് ചെയ്യണമെന്നാണ് അവർ കാണിക്കുന്നത്. ഫോർത്ത് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ അതിൻ്റെ DJI Mimo ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ തിരിച്ച് ബോക്സിൻ്റെ കണ്ടന്റ്സിലേക്ക് വരികയാണെങ്കിൽ ക്രിയേറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ്, അതാണ് അവരുടെ ടാഗ് ലൈൻ. ഓക്കെ, സോ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പം ആ ബോക്സിൻ്റെ അകത്ത് നമുക്ക് രണ്ട് സെക്ഷൻസ് കാണാം. റൈറ്റ്, അപ്പോൾ അവിടെ നമുക്ക് രണ്ട് സെക്ഷൻസ് കാണുന്നതിൽ ഫസ്റ്റ് സെക്ഷൻ ബേസിക്കലി അതിൻ്റെ അകത്ത് ഒരു അലൈൻമെൻറ്റ് ഗൈഡ് കാണാം. ഈ കാണുന്നത് അലൈൻമെൻറ്റ് ഗൈഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് ഫോൺസിൽ ഈ സാധനം എങ്ങനെ ഇതിൻ്റെ റിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ, അതായത് ഇതിൻ്റെ കൂടെ റിങ്ങും ഉണ്ട്. ഈ റിങ്ങാണത്, ഈ റിങ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫോൺ ഗ്രിപ്പ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പെർമനൻ്റ്ലി നമുക്ക് വേണമെങ്കിൽ ഫോണിൻ്റെ ബോഡിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, സോ ഈ സാധനം അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോണിലേക്ക് അതിൻ്റെ പ്രോപ്പർ ബാലൻസ്, ഗിംബിൾ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റിങ് നമ്മൾ ഫോണിൻ്റെ സെൻട്രലായിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈനാണ് ഈ സാധനം. അപ്പോൾ ഒരു അലൈൻമെൻറ്റ് ഗൈഡാണ്. നമ്മൾ ഫോണിൻ്റെ ബോഡിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് എവിടെ പിടിപ്പിക്കണം എന്ന് ഒരു ഐഡിയ കിട്ടും. സോ ഇതെൻ്റെ iPhone SE. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഡിവൈസിലേക്ക് ഈ സാധനം ഫിക്സ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്കിത് അലൈൻമെൻറ്റ് ഇത് ഏകദേശം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയാണ് നമ്മൾ ഈ റിങ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഐഫോൺസിൽ ഇപ്പോൾ പുതിയ മോഡൽ ഐഫോൺസിലൊക്കെ ലോഗോ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. സോ ഇറ്റ്സ് പ്രിറ്റി ഈസി. അപ്പോൾ വേറെ ഡിവൈസസിനൊക്കെ ആണെങ്കിൽ ഈ അലൈൻമെൻറ്റ് ഗൈഡ് ഹെൽപ്ഫുൾ ടൂളായിട്ട് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഇതിൻ്റെ റിങ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഒരു കാര്യം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സ്റ്റിക്കറിന് വേണ്ടിയിട്ട്, റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ സ്റ്റിക്കേഴ്സ്, 3Mൻ്റെ കുറച്ച് എക്സ്ട്രാ സ്റ്റിക്കേഴ്സും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നുള്ളത് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഇറ്റ്സ് പ്രിറ്റി ഓബ്വിയസ്. DJI OM4. ഇനീഷ്യലി ഇതിനെ DJI Osmo Mobile 4 എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ അതിൻ്റെ പേര് അവർ ഷോർട്ടൻ ചെയ്തിട്ട് DJI OM4 എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സെക്ഷനിൽ നമുക്ക് ഇതിൻ്റെ ഒരു ക്യാരിങ് പൗച്ചാണുള്ളത്. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ഗുഡ് ഇൻക്ലൂഷൻ. ഡിവൈസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വളരെ നല്ല ക്വാളിറ്റി. യെസ്, ഇറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി മൈക്രോഫൈബർ പൗച്ച്. ആസ് യു ക്യാൻ സീ അത്യാവശ്യം നല്ല സൈസിലുള്ള ഗിംബിൾ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടിരിക്കും. അതിൻ്റെ അകത്ത് ഡ്രോ സ്ട്രിങ് ടൈപ്പാണ് ഫോർ. So I think this is an excellent inclusion.
on the part of DJI. Obviously, നമ്മൾ ഇത്രയും വില കൊടുത്തൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ that quality is pretty obvious. Okay, so അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. And so ഈ ബോക്സിൻ്റെ അകത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ബോക്സിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് വാട്ട് വി ഹാവ് ഹിയർ ഇസ് ദ ട്രൈപോഡ്. ഓക്കെ, ഇത് DJIയുടെ ട്രൈപോഡാണ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് ക്വാളിറ്റി ട്രൈപോഡ്. ആൻഡ് അതൊരു കാര്യം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വേറൊരു സാധനം, ഇതിൻ്റെ ചാർജിങ് കേബിൾ. DJI OM4 ചാർജസ് വിത്ത് USB Type-C. OM3 മൈക്രോ USB ആയിരുന്നു. സോ ഒബ്വിയസ്ലി അതൊരു ഔട്ട്ഡേറ്റഡ് മോഡലായി കഴിഞ്ഞു. ആൻഡ് OM4 ഇസ് Type-C. ഇപ്പോൾ ഒരുവിധം എല്ലാ ഡിവൈസസും Type-C ചാർജിങ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ ഒരുപാട് കേബിൾസ് കൊണ്ടു നടക്കേണ്ട കാര്യം വരുന്നില്ല. ഈ ഒരു കേബിൾ വെച്ച് തന്നെ നമുക്ക് ഗിംബിളും ഫോണും ലാപ്ടോപ്പും ഐപാഡ് എല്ലാം ചാർജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ. സോ USB Type-C, all things great. ആൻഡ് ഇതാണ് നമ്മളെ മാഗ്നറ്റിക് മൗണ്ട്. സോ നമുക്ക് DJI 2 ഓപ്ഷൻസ് തരുന്നത്. ഒന്ന് ഈ മാഗ്നറ്റിക് മൗണ്ട്, ഇത് നമുക്ക് ഡിവൈസിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഇതിനകത്ത് അക്കോമഡേറ്റ് ആവും. ആൻഡ് ഇത് നമുക്ക് വേണമെങ്കിൽ ഊരി വെക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഈ കണ്ട റിങ്. ഇത് നമുക്ക് പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്യാം. സോ പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ മൗണ്ട് യൂസ് ചെയ്യാം. സോ ദ മൗണ്ട് ക്യാൻ ബി റിമൂവ്ഡ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നൊരു സാധനം, ഇറ്റ് ഈസ് എ റൈസർ പാഡ് ഫോർ സ്മോൾ ഡിവൈസസ്. ഗ്രേറ്റ്. സോ ഇപ്പോൾ ഈ കാണിച്ച പോലെ നമ്മൾ iPhone SE2, iPhone 7, 8, SE2, സാംസങ് S8 ഇങ്ങനത്തെ ഡിവൈസസിനൊക്കെ ഈ ഒരു റൈസർ പാഡ് വേണ്ടി വരും. സോ അത് ആ ഫോണിന് കുറച്ചും കൂടെ, കാരണം ദീസ് ഫോൺസ് ആർ വെരി സ്ലിം, അപ്പോൾ അതിന് കുറച്ചൊരു എലിവേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ സാധനം. സോ ഇത് ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഒരു കുഷൻ പോലെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പക്ഷെ എൻ്റെ ഈ ഫോണിന് ഒരു ബമ്പർ കേസ്, റൈനോ ഷീൽഡിൻ്റെ ഒരു ബമ്പർ കേസ് ഓൾറെഡി ഉണ്ട്. സോ റൈസർ പാഡിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഒരു ഡയറക്ഷൻസ് അവർ തന്നിട്ടുണ്ട്. ആസ് യു ക്യാൻ സി, ഫോൺ ക്യാമറ ഡയറക്ഷൻ. സോ നമ്മൾ ഫോൺ ഇതിൽ മൗണ്ട് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ക്യാമറ ഈ സൈഡിലേക്ക് ആയിരിക്കണം. ഇനി നമ്മുടെ ഗിംബിൾ. സോ ഇതാണ് നമ്മളെ ഗിംബിൾ. ഓക്കെ, ആസ് യു ക്യാൻ സി ഇത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ആവും. നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ്. അത്യാവശ്യം നല്ല ഫോഴ്സ് വേണം ഇതിന്, അപ്പം ഇതൊന്ന് ഊരിയെടുക്കാൻ. സോ നമ്മളെ ഫോൺ എന്തായാലും ആക്സിഡൻ്റലി ഇതൊന്ന് തെറിച്ചു പോകുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. ഇറ്റ്സ് എ വെരി സ്ട്രോങ് മാഗ്നറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മളെ ഗിംബിൾ. ആൻഡ് കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ഇത് നമ്മൾ നമുക്കിതിൻ്റെ ബട്ടൺ ലേഔട്ടിലേക്ക് പോകാം. ബട്ടൺ ലേഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് സൂം ഇൻ സൂം ഔട്ടിന് വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ആണ്. സോ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബട്ടണാണിത്. സോ സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കാണുന്നത് നമ്മളെ ബാറ്ററി ലൈഫ് ഇൻഡിക്കേറ്റർ ആണിത്. ആൻഡ് ഈ ബട്ടൺ, ദിസ് ഇസ് ദ ഷട്ടർ ബട്ടൺ. അപ്പോൾ ഇത് നമ്മൾ പിക്ചർ മോഡിലാണെങ്കിൽ, ഫോട്ടോ മോഡിലാണെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ ഒബ്വിയസ്ലി ഫോട്ടോ ക്ലിക്ക് ആവും. ആൻഡ് നമ്മൾ വീഡിയോ മോഡിലാണെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഇത് ഒരു ദിസ് ഇസ് അഗെയിൻ ഫോർ സ്ക്രോളിംഗ്. നമ്മൾ ഗിംബിളിൻ്റെ പാൻ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പ്, ഡൗൺ ആൻഡ് സൈഡ് വേസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് the power as well as mode button. So I'm switching it on. Great. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് ചാർജ് ഉണ്ട്. ഇറ്റ് കംസ് വിത്ത് സം ചാർജ് ഇൻ ദ ബോക്സ്, ഔട്ട് ഓഫ് ദ ബോക്സ്. ആൻഡ് ഇതിൻ്റെ ഈ സൈഡിൽ ആസ് യു ക്യാൻ സി USB-C ചാർജിങ് പോർട്ട് ഉണ്ട്. ആൻഡ് യു ഹാവ് അനദർ USB പോർട്ട് ഹിയർ. ഈ USB പോർട്ട് ഇറ്റ്സ് എ USB Type-A. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ഫോൺ ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ഔട്ട് ഓഫ് ചാർജ്, നമുക്ക് ഫോൺ ഈ USB പോർട്ട് വഴി അതും ചാർജ് ചെയ്യാം. സോ വെൻ വി ആർ റെക്കോർഡിംഗ് വി ക്യാൻ ചാർജ് ദ ഡിവൈസ് ആസ് വെൽ. അപ്പോൾ ഇതൊരു മിനി പവർ ബാങ്ക് ആയിട്ടും വർക്ക് ചെയ്യും. Okay, so that's another good thing.
ആൻഡ് ഇവിടെയാണ് നമ്മൾ കണ്ട ട്രൈപോഡ് അറ്റാച്ച് ആവാൻ പോകുന്നത്. സോ ബേസിക്കലി ഇറ്റ് ജസ്റ്റ് സ്ക്രൂസ് ഇൻ ഈസിലി. ഓക്കെ, ആൻഡ് സ്ക്രൂസ് ഇൻ ആൻഡ് നമുക്കിതിവിടെ ഈസിലി ഒരു ഫ്ലാറ്റ് സർഫസിൽ സെറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ DJI Mimo ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫോണിൽ. ആൻഡ് അത് ആപ്പിൽ ഒരു ചെറിയൊരു ലോഗിൻ പ്രോസസ്സും ഉണ്ട്. യു ഹാവ് ടു രജിസ്റ്റർ ആൻഡ് ലോഗിൻ. ആൻഡ് അതും കഴിഞ്ഞു. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സാധനം നമുക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ഡോട്ട് കാണാം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഒരു ഡോട്ട് ഇവിടെയും കാണാം. അപ്പോൾ നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ ആ ഡോട്ട്സ് തമ്മിൽ അലൈൻഡ് ആണെങ്കിൽ നമ്മൾ ബാലൻസ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം പൊന്തിക്കുക. ഓക്കെ, ആൻഡ് പൊന്തിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പൊന്തിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡിവൈസ് പവർ ഓൺ ചെയ്യാം. ആൻഡ് യു ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഓൺ ലൈക്ക് ദാറ്റ്. യെസ്, അങ്ങനെ ഗിംബിൾ ഓട്ടോമാറ്റിക്കലി ഓണായി ആൻഡ് ഇറ്റ് ഈസ് വെൽ ബാലൻസ്ഡ് നൗ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഗിംബിൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ സബ്ജക്റ്റ് ഫീൽഡിലുണ്ട്. ഓക്കെ, ആൻഡ് നമ്മളിപ്പം ക്യാമറ മൂവ് ചെയ്യുകയാണെങ്കിൽ ഗിംബിള് ഫോൺ മൂവ് ചെയ്യുമ്പോൾ ഗിംബിൾ നമ്മളെ കൂടെ തന്നെ മൂവ് ചെയ്യും, പക്ഷെ അത് വീഡിയോ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ്, ഇതിപ്പം ഗിംബിൾ നമ്മൾ സ്ട്രെയിറ്റ് ആയി. ആൻഡ് ഇത് നമ്മൾ ക്യാമറ അപ്പ് ഡൗൺ സൈഡ് വേസ് അപ്പ് ഡൗൺ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ബട്ടൺസ് നമ്മൾ ചെയ്യുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, ഇതിപ്പോൾ സബ്ജക്റ്റ് ഇപ്പം സെൻറ്ററിലുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ആക്റ്റീവ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ബോക്സ് വരച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി സബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഗിംബിൾ ഓട്ടോമാറ്റിക്കലി അത് സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാ as you can see ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രിഗർ ബട്ടൺ 1 ടൈം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ട്രാക്കിംഗ് മോഡിൽ നിന്ന് തിരിച്ച് പുറത്ത് വരും. ആൻഡ് ട്വൈസ് പ്രസ് കഴിഞ്ഞാൽ നോർമൽ സെൻട്രൽ പൊസിഷനിലേക്ക് എത്തും. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ബട്ടൺസ് ആസ് യു ക്യാൻ സി, നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുക. റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഓക്കെ, വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. ഫ്രണ്ട് ബട്ടൺ ഈ റെഡ് ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ അത് സ്റ്റോപ്പ് ആവും. ആൻഡ് ഈ എം ബട്ടൺ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലാൻഡ്സ്കേപ്പിലേക്ക് പോവും. ഡബിൾ ക്ലിക്ക് പോർട്രേറ്റ്. ഓക്കെ, ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പോകും. സ്റ്റാൻഡ് ബൈ മോഡിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ തിരിച്ച് സ്റ്റാർട്ടായി. ആൻഡ് യു പ്രസ് ഇറ്റ് വൺസ്, അത് ഫോട്ടോ മോഡിലേക്ക് പോകും. പ്രസ് ഇറ്റ് വൺസ് അഗൈൻ, video mode. Press it twice, landscape, portrait. Press it thrice, standby mode. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ബട്ടൺ ലേഔട്ട്. അപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിലുള്ളപ്പോൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് തിരിച്ച് വന്നു. ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ് നൗ. ഇപ്പോൾ അത് വീഡിയോ മോഡിലുള്ളത്. ആൻഡ് എനിക്കത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഡബിൾ പ്രസ് ചെയ്തു. ഓക്കെ, ആൻഡ് ആസ് യു ക്യാൻ സി ഇത് നമ്മൾ ഡിവൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഗിംബിൾ മൂവ് ചെയ്യും. ഇനി എനിക്കത് ലോക്ക് ചെയ്യണം എന്നാണെങ്കിൽ, അതായത് ഗിംബിൾ സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കണം എന്നാണെങ്കിൽ ഞാൻ ഈ ട്രിഗർ ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിവിടെ ഇതാക്കിയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇനി ഞാൻ എങ്ങനെ ഗിംബിൾ തിരിച്ചാലും ആ ബോക്സ് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ താഴേക്ക് പോകുന്നു, മേലേക്ക് പോകുന്നു, തിരിക്കുന്നു, ഡിവൈസ് ഗിംബിൾ തിരിയുന്നുണ്ട്, പക്ഷേ ബോക്സ് തന്നെയാണ് എൻ്റെ ഫീൽഡിലുള്ളത്. ആൻഡ് റിലീസ് ദ ബട്ടൺ ആൻഡ് അത് തിരിച്ച് നോർമൽ മോഡിലേക്ക് എത്തി.
ആൻഡ് ട്രിഗർ ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ അത് സെൻട്രലായി മാറും. ആൻഡ് ദിസ് ആസ് യു ക്യാൻ സീ ഇസ് ദ സൂം ഫങ്ഷൻ. നമ്മൾ സൂം ചെയ്യണമെങ്കിൽ ഇത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ചെടി സൂം ചെയ്യാനാണെങ്കിൽ സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. ഞാൻ സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പം ഡിവൈസിനെ. സോ സ്റ്റാൻഡ് ബൈ മോഡിലിരിക്കുമ്പോൾ അതിങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഗിംബിളിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. ഇതിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഐഡിയ കിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ പോസിബിലിറ്റീസ് എന്നുള്ളത്. ബട്ട് ഞാൻ ഒരുപാട് റിവ്യൂസ് എല്ലാം നോക്കിയിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് എക്സലൻറ്റ് ഫീച്ചേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത് ഇപ്പം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ഷോർട്ട് അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ വീഡിയോ ഓഫ് DJI OM4. ഓക്കെ, ഇതിന് നമ്മൾ ഫ്യൂച്ചർ ഇനി വ്ളോഗിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ ഈ പ്രൊഡക്റ്റും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും നിങ്ങളുടെ ഇനി വാല്യുബിൾ കമൻറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.